മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിന്റെ പരിശോധനയ്ക്കായി വിദഗ്ധ സംഘമെത്തി ഡ്രോൺ പരിശോധന പൂർത്തിയാക്കി. പരിശോധനയുടെ ഫലം കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കൈമാറും. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതിനെ തുടർന്ന് ഗതാഗതം തന്നെ കുറച്ച് ദിവസത്തേക്ക് നിയന്ത്രിക്കേണ്ടി വന്നു. കോഴിക്കോട് NIT സംഘവും ദേശീയപാത അതോറിറ്റിയും പ്രദേശത്ത് ഇന്ന് പ്രാഥമിക പരിശോധന നടത്തി. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഡ്രോൺ പരിശോധനയും പൂർത്തിയാക്കി. മുകളിൽ നിന്ന് ഇനിയും പാറ ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിച്ചത്. പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് NIT പ്രൊഫസർ സന്തോഷ് ജി തമ്പി പറഞ്ഞു. ജില്ലാ കളക്ടർ നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് ഒരു GPR സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ GPR സ്റ്റഡി ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷൻ നോക്കാനും GPR ചെയ്തുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഈ സ്ഥലം കണ്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് വീണ മെറ്റീരിയൽസ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള സ്ഥലം എന്ത് ടൈപ്പ് സാധനമാണ് വീണതെന്നുള്ളത് അറിയാനായിട്ട്, പിന്നെ മേലെ നമ്മൾ ചില ഈ ഗ്രൗണ്ടിൽ വേറെ ഫിഷേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും അതിന്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ നമ്മളൊരു ഔട്ട്കം നമ്മൾ പറയുന്നില്ല. അതായത് ഇന്നിപ്പോൾ ഇത് നോക്കി ഇന്ന് തന്നെ ഒരു സൊല്യൂഷൻ പറയാവുന്ന ഒരു കണ്ടീഷനിലല്ല ഉള്ളത്. നമ്മളത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യും. കളക്ടർക്ക് ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് അത് ഡിസ്കസ് ചെയ്ത ശേഷം എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. പ്രദേശത്ത് GPR പരിശോധന വേണോ എന്നത് അടുത്ത ഘട്ടത്തിൽ തീരുമാനിക്കും. കൈരളി ന്യൂസ്, വയനാട്.